വർഷം 1914. യൂറോപ്പിൽ ഒരുതരം പിരിമുറുക്കം അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നിരുന്നു. വലിയ സാമ്രാജ്യങ്ങൾ, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ പരസ്പരം സംശയത്തോടെ നോക്കിനിന്നു. ഓരോരുത്തർക്കും സ്വന്തം ശക്തി വർദ്ധിപ്പിക്കണം, കോളനികൾ പിടിച്ചടക്കണം, ലോകം അടക്കി ഭരിക്കണം എന്ന മോഹങ്ങൾ. ഈ സമയത്താണ് തീയിലേക്ക് എണ്ണയൊഴിക്കും പോലെ ഒരു സംഭവം നടക്കുന്നത്. 1914 ജൂൺ 28, ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് ബോസ്നിയയിലെ സരാജെവോയിൽ വെച്ച് വെടിയേറ്റു മരിക്കുന്നു. ഒരു സെർബിയൻ ദേശീയവാദിയായ ഗവ്രിലോ പ്രിൻസിപ്പാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ഒരു വ്യക്തിയുടെ മരണം, പക്ഷേ ഇത് യൂറോപ്പിന്റെ ഉറങ്ങിക്കിടന്ന പിരിമുറുക്കങ്ങളെ ഉണർത്തിവിട്ടു. ഓസ്ട്രിയ ഹംഗറി സെർബിയയെ കുറ്റപ്പെടുത്തി. അവർക്ക് ജർമ്മനിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. സെർബിയയ്ക്കാകട്ടെ റഷ്യയുടെ സഹായം ലഭിച്ചു. റഷ്യയെ സഹായിക്കാൻ ഫ്രാൻസും ബ്രിട്ടനും രംഗത്തെത്തി. അങ്ങനെ ഒരു ചെറിയ സംഭവം ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായി മാറി. യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു. അച്ചുതണ്ട് ശക്തികൾ, സെൻട്രൽ പവേഴ്സ്, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ സാമ്രാജ്യം, ഇന്നത്തെ തുർക്കി, ബൾഗേറിയ. സഖ്യകക്ഷികൾ, അലൈഡ് പവേഴ്സ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി. തുടക്കത്തിൽ അച്ചുതണ്ട് പക്ഷത്തായിരുന്നെങ്കിലും പിന്നീട് സഖ്യകക്ഷികളോടൊപ്പം ചേർന്നു. ജപ്പാൻ, അമേരിക്ക പിന്നീട് യുദ്ധത്തിൽ പങ്കുചേർന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു ട്രെഞ്ച് വാർഫെയർ അഥവാ കിടങ്ങ് യുദ്ധം. സൈനികർ ഇരുവശത്തും നീളൻ കിടങ്ങുകൾ കുഴിച്ച് അതിൽ ഒളിച്ചിരുന്നു പോരാടി. ഈ കിടങ്ങുകൾ രോഗങ്ങൾ, ചെളി, എലികൾ, ശത്രുവിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ എന്നിവയാൽ നിറഞ്ഞതായിരുന്നു. പലപ്പോഴും ലക്ഷക്കണക്കിന് സൈനികർ ചെറിയ നേട്ടങ്ങൾക്കായി പോലും ദിവസങ്ങളോളം പോരാടി മരിച്ചു വീണു. പുതിയ ആയുധങ്ങൾ ഈ യുദ്ധത്തെ കൂടുതൽ ഭീകരമാക്കി. യന്ത്രത്തോക്കുകൾ, ടാങ്കുകൾ, വിഷവാതകങ്ങൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവ ആദ്യമായി വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടു. വിഷവാതകം ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും കണ്ണുകളെയും ചർമ്മത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. ഇത് സൈനികർക്കിടയിൽ വലിയ ഭീതി പരത്തി. പടിഞ്ഞാറൻ മുന്നണി, വെസ്റ്റേൺ ഫ്രണ്ട്. ഫ്രാൻസിനും ബെൽജിയത്തിനുമിടയിലുള്ള ഈ പ്രദേശം ഏറ്റവും രക്തരൂഷിതമായ യുദ്ധമുഖമായിരുന്നു. വെർഡൻ, സോം തുടങ്ങിയ യുദ്ധങ്ങൾ ഇവിടെയാണ് നടന്നത്. ദശലക്ഷക്കണക്കിന് സൈനികർ ഇവിടെ മരിച്ചു വീണു. കിഴക്കൻ മുന്നണി, ഈസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും റഷ്യയും തമ്മിലായിരുന്നു ഇവിടെ യുദ്ധം. ഇവിടുത്തെ യുദ്ധം കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നതും എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നതുമായിരുന്നു. ഇറ്റലി, ബാൾക്കൺസ്, മധ്യപൂർവ്വദേശം, ആഫ്രിക്കൻ കോളനികൾ എന്നിവിടങ്ങളിലും യുദ്ധം നടന്നു. 1917 റഷ്യയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. സാമ്പത്തികമായും സൈനികമായും തകർന്നുപോയ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇത് ജർമ്മനിക്ക് ആശ്വാസമായെങ്കിലും അതേ വർഷം തന്നെ അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. ജർമ്മനിയുടെ അന്തർവാഹിനികൾ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചതും ജർമ്മനി മെക്സിക്കോയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചതുമാണ് അമേരിക്കയുടെ ഇടപെടലിന് കാരണം. അമേരിക്കയുടെ കടന്നുവരവ് സഖ്യകക്ഷികൾക്ക് വലിയ ശക്തി പകർന്നു. 4 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം ലോകത്തെ തളർത്തിക്കളഞ്ഞു. ജർമ്മനിയുടെ സൈന്യം തളർന്നു. ജനങ്ങൾ യുദ്ധവിരുദ്ധരായി. ഒടുവിൽ 1918 നവംബർ 11 ജർമ്മനി സഖ്യകക്ഷികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചു. പിന്നീട് 1919 വെർസായ് ഉടമ്പടി ഒപ്പുവച്ചു. ഈ ഉടമ്പടി ജർമ്മനിക്കുമേൽ വലിയ സാമ്പത്തിക, സൈനിക നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു. ജർമ്മനി യുദ്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടി വന്നു. ഏകദേശം 1.7 കോടി ജനങ്ങൾ, സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അംഗവൈകല്യം സംഭവിച്ചു. ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം, ഓട്ടോമൻ സാമ്രാജ്യം, റഷ്യൻ സാമ്രാജ്യം എന്നിവ തകർന്നു. പുതിയ രാജ്യങ്ങൾ രൂപീകൃതമായി. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. യുദ്ധം ലോക സമ്പദ്വ്യവസ്ഥയെ തകർത്തു. രാജ്യങ്ങൾ കടക്കെണിയിലായി. സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. കാരണം പുരുഷന്മാർ യുദ്ധത്തിൽ പോയപ്പോൾ അവർക്ക് പുതിയ ജോലികൾ ചെയ്യേണ്ടി വന്നു. വെർസായ് ഉടമ്പടി ജർമ്മനിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇത് അഡോൾഫ് ഹിറ്റ്ലറുടെയും നാസി പാർട്ടിയുടെയും ഉയർച്ചയ്ക്ക് കാരണമായി. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചു. സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്. ഭാവിയിൽ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ഒരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വന്നു. അങ്ങനെ സർവ്വരാജ്യ സഖ്യം രൂപം കൊണ്ടുവെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നീട് ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് രൂപീകരിക്കാൻ ഇത് വഴിയൊരുക്കി. ഒന്നാം ലോകമഹായുദ്ധം വെറും 4 വർഷം കൊണ്ട് ലോകത്തിന്റെ ചിത്രം മാറ്റിമറിച്ചു. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായിരുന്നു അത്.